Hi dears, welcome to AchusDesign. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കിൽ എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വേണം, നമുക്ക് പിന്നെ റെഡ് കളറിലെ തന്നെ സീക്വൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ റെഡ് കളറിലെ തന്നെ ചെറിയ കട്ട് ബീഡ്സും കൂടെ വേണം. അപ്പോൾ ഈ ഒരു 3 ബീഡ്സുകളും സീക്വൻസുകളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ വന്നിട്ട്. ഫസ്റ്റ് വൺ നമ്മൾ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് ഫ്ലവേഴ്സ് നെക്കിൻ്റെ താഴേക്ക്. നെക്കിന് എത്രയാണോ ലെങ്ത് വേണ്ടത്, അതായത് താഴേക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ മെറ്റീരിയലിലേക്ക്. അതിനുശേഷമാണ് ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതായത് വി ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് നിറയെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ പാറ്റേൺ വന്നിട്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു റൗണ്ടും അതുപോലെ അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള റൗണ്ടും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലുള്ള റൗണ്ടിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആ റെഡ് കളറിലെ സീക്വൻസ് എടുത്തത് ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും എടുത്തിട്ട് നമ്മളിത് ആ ഒരു ലൈനിൻ്റെ പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും 4 സൈഡിലേക്കാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും. ഇനിയും ബാക്കിയുള്ള ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബീഡ്സ് ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ആ സീക്വൻസ് നമ്മൾ ആ ഒരു റൗണ്ടിനകത്ത് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത സീക്വൻസിൻ്റെ അകത്തൂടി, അതായത് ആ സീക്വൻസ് ഒന്ന് പതിയെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ താഴേക്കൂടി ഒന്ന് നമുക്ക് ഒരു സീക്വൻസ് കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ അടുത്തത് വന്നിരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സീക്വൻസിൻ്റെയും അകത്തൂടി, അതായത് അടിയിൽ കൂടി നമ്മൾ ഓരോ അടുത്ത സീക്വൻസും കൂടെ ചെയ്ത് കൊടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2 സീക്വൻസുകളും, അതായത് ഫസ്റ്റ് ലെയർ ചെയ്തതും സെക്കൻഡ് ലെയർ ചെയ്തതും നമുക്കങ്ങനെ കിട്ടും. ഇപ്പം ഞാനത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. പെറ്റൽസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഒരു 4 കട്ട് ബീഡ്സ് സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് നീഡിലിൽ കുത്തിയിറക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ഒരു 4-5 ബീഡ്സ് എടുക്കുക. അതിനുശേഷം വീണ്ടും സൈഡിൽ കൂടി എടുക്കുക. പിന്നെ അടുത്തത് റൈറ്റ് സൈഡിൽ കൂടി, അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ബീഡ്സ് ഡിസൈൻ ചെയ്തു പോകാനായിട്ട്. ഓരോ ബീഡായിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും അഴിഞ്ഞൊന്നും പോരത്തൊന്നുമില്ല. നമുക്ക് അങ്ങനെ തന്നെ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ലോക്കിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴും ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഒന്ന് ഓരോ ബീഡ്സിനും ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ആരി നീഡിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലീഫും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എല്ലാ ലീഫുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പെറ്റൽസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ചെയ്ത് കൊടുക്കണം. പിക്ചറിൽ കാണിച്ചല്ലോ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു വി ഷേപ്പിൽ നമ്മൾ മാർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മുടെ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് നെക്ക് ഫുള്ള് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡ് കളറിലെ കട്ട് ബീഡ്സുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇത് ത്രെഡ് വർക്കുകളൊന്നും വരുന്നില്ല, ബീഡ്സും സീക്വൻസും മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ അത്യാവശ്യം തിക്കായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ നെക്കിൻ്റെ വി ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് മുകളിൽ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട്. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്യും. താഴേക്ക് ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത പോലെ വരും. റെഡും മറ്റേ നമ്മുടെ ഗോൾഡൻ കളറും കൂടെ സ്പ്രെഡ് ചെയ്ത പോലെ വരും. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്കിങ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയല്ലോ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.